ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് എന്താകും എന്നുള്ള പല ആളുകളും നമ്മളോട് വിളിച്ച് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വീഡിയോ ചെയ്യേണ്ടി വരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോറ്റു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തോറ്റു എന്ന് പറഞ്ഞാൽ തോറ്റ അമ്പിയൊന്നുമില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി അവരിന്ന് കുറച്ച് തോറ്റു. ഒരു ക്ഷീണമുണ്ട് അവർക്ക്. ആ ക്ഷീണം മാറ്റുന്നതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടുകയും CPM കമ്മിറ്റി കൂടി, CPI കമ്മിറ്റി കൂടി, സെക്രട്ടേറിയറ്റ് കൂടി, പിന്നെ സംസ്ഥാന കമ്മിറ്റി കൂടി അവർ എങ്ങനെയാണ് ഇനി അടുത്ത 5 മാസം കൊണ്ട് വോട്ട് പിടിച്ച് ഒരു മുന്നണിയായി വരിക എന്നുള്ളതിന് വലിയ ഹോംവർക്കാണ്. ഈ ഹോംവർക്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് 5-5 ലക്ഷം വരുന്ന പെൻഷൻകാർ, 5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും 5-6 ലക്ഷം വരുന്ന പെൻഷൻകാരും കൃത്യമായി വോട്ട് ചെയ്തിട്ടില്ല. അത് NGO യൂണിയൻകാരും KGOക്കാരും പോലും വോട്ട് ചെയ്തില്ല. അതുകൊണ്ട് അടിയന്തരമായി അടുത്ത തെരഞ്ഞെടുപ്പിന് മെയ് മാസത്തിൽ നടക്കുന്ന 2026 തെരഞ്ഞെടുപ്പിന്, അസംബ്ലി തെരഞ്ഞെടുപ്പിന് പിടിക്കണമെങ്കിൽ ഉടൻ തന്നെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. മാത്രമല്ല, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയുള്ള മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ശമ്പള പരിഷ്കരണത്തിന് ഒരു കമ്മിറ്റിയെ വെച്ചാൽ, കമ്മീഷനെ വെക്കാൻ സമയമില്ല, ഒരു കമ്മിറ്റിയെ വെച്ചാൽ ആ കമ്മിറ്റി ഇതാ വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉടൻ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർവീസ് സംഘടനകളെ എല്ലാവരെയും കൊണ്ട് രംഗത്തിറക്കിക്കാൻ പറ്റും. ഉടനെ തന്നെ അവർ രംഗത്തിറങ്ങുകയും ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ അവരെ കൊണ്ടൊരു സമരം, ഇപ്പൊ സമരം വരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. വേണമെങ്കിൽ KGOയും NGO യൂണിയനും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട സർവീസ് സംഘടനകളിലെ FSCTയോടൊക്കെ നേരത്തുള്ള ഒരു സമരം വരും. സമരം വന്നാൽ പിറ്റേ ദിവസം തന്നെ കമ്മീഷനെ വയ്ക്കും. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ അല്ല പഴയതുപോലെ. പകരം ഡോക്ടർ മോഹൻദാസിനെ വെച്ചുകൊണ്ട് 2019 ഒരു കമ്മീഷനെ വെച്ചു, ഒക്ടോബറിൽ വെച്ചു. പിന്നെ 2030 ജനുവരി 30 അത് പിന്നെ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു. 14 മാസം കൊടുത്തു. അത്രയും സമയമില്ല, ഒരു 5 മാസം സമയമുള്ളൂ. 5 മാസത്തിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരും, പിന്നെ ബഡ്ജറ്റ് വരും, സമയമില്ല. അതുകൊണ്ട് 2 കമ്മിറ്റി വെക്കാനാണ് സാധ്യത. ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് KR ജ്യോതിലാൽ, അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഫിനാൻസിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ, പിന്നെ ചെയർമാനോ കൺവീനറോ കോർഡിനേറ്ററോ ഒക്കെ ആയിട്ടുള്ള ഒരു കമ്മിറ്റി, അതായത് ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയുള്ള കമ്മിറ്റി. അത് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ 30% മറ്റോ വന്നിട്ടുള്ള 28% മറ്റോ വരുന്ന DA മെർജ് ചെയ്ത്, അടിസ്ഥാന ശമ്പളത്തിൽ മെർജ് ചെയ്ത്, പിന്നെ 1.38 എന്ന് പറഞ്ഞ ഫോർമുലയൊക്കെ ഇട്ട് ഫിറ്റ്മെന്റ് അലവൻസ് ഒക്കെ കൊടുത്താണ് കഴിഞ്ഞ പ്രാവശ്യം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. അച്യുത് മേനോന്റെ കാലത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒരു കമ്മിറ്റിയെ വെച്ച് ശമ്പള പരിഷ്കരണം കൊടുത്ത ഒരു മുൻ പരിചയമുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കമ്മിറ്റിയുടെ വയ്ക്കും. ഞാൻ 2 കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞു. ഒരു കമ്മിറ്റി ജ്യോതിലാലിന്റെ കമ്മിറ്റി ആയിരിക്കും. രണ്ടാമത്തെ കമ്മിറ്റി വെക്കാൻ പോകുന്നത് ജനറൽ അഡ്മിനിസ്ട്രേഷൻകാരുടെ GADക്കാരുടെ കമ്മിറ്റിയോ അതിന് ഫിനാൻസിൽ തന്നെ വെക്കുമോ എന്നറിയില്ല. സർവീസ് കാര്യങ്ങൾ, മറ്റ് സർവീസ് കാര്യങ്ങൾ, കാര്യം അനാമലികളുണ്ട്, ഇതിന്റെ ഗ്രേഡൊക്കെ നിശ്ചയിക്കുന്ന കാര്യങ്ങളുണ്ട്, സ്ലാബ് നിശ്ചയിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതിന് തീരുമാനിക്കാൻ വേണ്ടി മറ്റൊരു കമ്മിറ്റി കൂടെ ഉണ്ട്. ആ കമ്മിറ്റി ആയിരിക്കും പരാതിയൊക്കെ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ 2 കമ്മിറ്റിയെ വെച്ചുകൊണ്ട് ഇത് കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. 13% DA മറ്റോ കൊടുക്കാനുണ്ട്. ഈ DAയും കൂടി മെർജ്, ചിലപ്പോൾ 1-2 DA ഇപ്പൊ കോടതിയിൽ 15-ാം തീയതി ജനുവരി 15 കേസ് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് കൊടുക്കാൻ സാധ്യതയുണ്ട്. 1-2 DA കൊടുക്കാൻ സാധ്യതയുണ്ട്. ആ DA കൊടുത്തുകൊണ്ട് കോടതിയിലെ കേസ് ഒന്ന് പരിഹരിച്ചതിന് ശേഷം സമാന്തരമായിട്ട് ഇവിടെ കമ്മിറ്റി വയ്ക്കും. കമ്മിറ്റി വെച്ചതിന് ശേഷം ഈ ബാക്കി വരുന്ന DA എത്ര പെർസെന്റേജ് വരുമോ അതുകൂടി മെർജ് ചെയ്തുകൊണ്ട് പിന്നെ ഫിറ്റ്മെന്റ് അലവൻസ് നേരത്തെ 25% വരെ കൊടുത്തിട്ടുണ്ട്. സർവീസ് സംഘടനകൾ ശ്രദ്ധിച്ചോണം. 25 കൊടുത്തു, 20 കൊടുത്തു, 15 കൊടുത്തു, 12 ആയി, പിന്നെ 10 ആയിട്ടുണ്ട്. ഇനി അത് എത്ര ഫിറ്റ്മെന്റ് അലവൻസ് വയ്ക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഫിറ്റ്മെന്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ഒരു ശമ്പള പരിഷ്കരണം പോലുള്ള വലിയ ഒരു വ്യത്യസ്തമായ സ്ലാബുകളിൽ കാര്യങ്ങൾ നിശ്ചയിക്കുമ്പോൾ എന്തെങ്കിലും അനാമലി വന്നു പോകാതിരിക്കാൻ വേണ്ടി, ഇത് ഫിറ്റ് ആവാൻ വേണ്ടി ഒരു ടൈറ്റ് ചെയ്യുന്ന കുറച്ച് പൈസ ഇടും. നമ്മൾ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ കുറച്ച് പൈസ ഇടുന്നത്, പൈസ കൊടുക്കും ആളുകൾക്ക്. അപ്പൊ എന്തെങ്കിലും ഒരു അലൈൻമെന്റ് ഉണ്ടെങ്കിൽ, ഒരു അനാമലി ഉണ്ടെങ്കിൽ അത് ഈ ഫിറ്റ്മെന്റ് അലവൻസ് ഇടുന്നതോടുകൂടി പക്കയാവും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അങ്ങനെ ഒരു അലവൻസ് വെച്ചിരിക്കുന്നത്. പിന്നെ സർവീസ് വെയിറ്റേജ് ഉണ്ട്. സർവീസ് വെയിറ്റേജ് കുറച്ചു കാലമായിട്ട് കൊടുക്കുന്നില്ല. അതിപ്പോ കൊടുക്കുമെന്ന് അറിയത്തില്ല. ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് ജനുവരിക്കകത്ത്, എന്തായാലും ജനുവരിക്ക് മുമ്പേ തന്നെ, മിക്കവാറും ജനുവരിയിൽ തന്നെ ഈ 2 കമ്മിറ്റിയും വന്ന് DAയും കൊടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥരെയും നാട്ടിലേക്ക് ഇറങ്ങി വോട്ട് പിടിക്കാൻ പറയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാവരും നമ്മൾ സമരവും ചെയ്തു, നമുക്ക് ശമ്പള പരിഷ്കരണവും കിട്ടി, DAയും കിട്ടി എന്നൊക്കെ പറഞ്ഞ് സകല സർക്കാർ ഉദ്യോഗസ്ഥരും വീടുകളിൽ സർവീസ് കോഡുകളുമായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഉദ്യോഗസ്ഥരുടെ വസന്തകാലം വന്നു. എല്ലാ സഹാക്കളും ഒന്ന് കൈയടിച്ചേ.